എല്ലാവർക്കും നമസ്കാരം. സച്ചിതം ഫോർ യുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് വ്യത്യസ്തമായ ഒരിടത്തേക്കാണ്. കാലം മായ്ക്കാത്ത കഥയും കഥാപാത്രങ്ങളും കാഴ്ചകളും മനസ്സിലേക്ക് ഇട്ടുതന്ന് കഥ പറച്ചിലിൻ്റെ പുതിയൊരു ശൈലി പകർന്നു തന്ന ശ്രീ ഒ വി വിജയൻ്റെ കൃതികളെയും സ്മൃതികളെയും അടുത്തറിയാൻ അടുത്ത തലമുറയ്ക്കും അവസരമൊരുക്കുകയാണ് ഒ വി വിജയൻ സ്മാരകം. കഥയിലൂടെ, കഥാസന്ദർഭങ്ങളിലൂടെ, സ്ഥലകാലങ്ങളിലൂടെ നമ്മെ കൊണ്ടുപോകുന്ന നാട്ടുവഴിയരികിൽ വായനയുടെ ഉൾത്തലങ്ങളിൽ കണ്ടറിഞ്ഞ കാഴ്ചകളുമായി കാത്തിരിക്കുകയാണ് കഥ പകർന്ന പെരുമയുമായി തസ്രാക്ക്. കേരള സാംസ്കാരിക വകുപ്പിന്റെ നേതൃത്വത്തിൽ സാക്ഷാത്കരിച്ചിരിക്കുന്ന ഒ വി വിജയൻ സ്മാരകം കാലത്തിനപ്പുറത്തേക്കുള്ള കലാസാഹിത്യ മേന്മയുടെ നേർക്കാഴ്ചയാണ്. ഒ വി വിജയന്റെ സ്മരണകൾ ഉണർത്തുന്ന തസ്രാക്കിനെ അതിന്റെ പൗരാണികത ഒട്ടും തന്നെ ചോർന്നു പോകാതെ പുതിയ തലമുറയ്ക്കും കൂടി ആസ്വദിക്കാനായി കാത്തുസൂക്ഷിക്കുകയാണ് ഇവിടെ. ഖസാക്ക് എന്ന സ്വപ്നഭൂമിയിലേക്ക് നാനാദേശങ്ങളിൽ നിന്നും ഒഴുകിയെത്തുന്ന വായനക്കാരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വഴിയമ്പലമാണ്. ഖസാക്കിന്റെ ഇതിഹാസം തന്നെ സ്ഥലങ്ങളിലൂടെ, കാലങ്ങളിലൂടെ നടക്കുന്ന യാത്രയാണല്ലോ. കരിമ്പനകളിൽ കാറ്റ് ദൈവസാന്ദ്രമാകുന്ന ഖസാക്കിന്റെ ഹൃദയതാളം പുതിയ കാലത്തിന് വേണ്ടി വീണ്ടെടുക്കുകയാണ് ഇവിടെ. ഒ വി വിജയന്റെ ജീവിതത്തിലെ വിവിധ ഘട്ടങ്ങൾ ആവിഷ്കരിക്കുന്ന ഛായാചിത്രങ്ങൾ അദ്ദേഹത്തിന്റെ നിതാന്ത സാന്നിധ്യത്തിന്റെ പരിമളം സ്മാരകത്തിന് നൽകുന്നു. ഏറ്റവും പ്രഹരശേഷിയുള്ള പ്രതികരണങ്ങളാണ് വിജയന്റെ കാർട്ടൂണുകൾ. ഭാരതത്തിലെ വിഖ്യാതമായ പത്രങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട കാർട്ടൂണുകളുടെ ഒരു ശേഖരം സഹൃദയർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നു ഇവിടെ. ഒ വി വിജയൻ സുഹൃത്തുക്കൾക്കായി അയച്ച നിരവധി കത്തുകൾ ശേഖരിച്ചിട്ടുണ്ട്. ഇവയുടെ പ്രദർശനത്തിനായി ഒ വി വിജയൻ കത്തുകളുടെ ഗ്യാലറി സ്മാരകത്തിൽ ഒരുക്കിയിട്ടുണ്ട്. ഗുരുസാഗരം, മധുഗായതി, ധർമ്മപുരാണം എന്നീ വിജയന്റെ നോവലുകളുടെ നാമധേയത്തിൽ 3 പവിലിയനുകൾ സന്ദർശകരുടെ വിശ്രമത്തിനായി ഒരുക്കിയിട്ടുണ്ട് ഇവിടെ. ഈ സ്മാരകത്തിന്റെ പ്രവേശന കവാടം മുതൽ നമ്മൾ ഒ വി വിജയന്റെ മന്ദശ്രുതി കേട്ടുകൊണ്ടാണ് നടക്കുന്നത്. ഈ സവിശേഷത വേറെ എവിടെയും ഇല്ല എന്നോർക്കുക. ഖസാക്കിന്റെ ഇതിഹാസത്തിന്റെ ആരംഭത്തിൽ രവി ബസ്സിറങ്ങിയ കൂമൻകാവ് എന്ന് പരാമർശിക്കപ്പെടുന്ന റോഡരികിൽ സമിതി സൃഷ്ടിച്ച വഴിയമ്പലം ഏറെ സന്ദർശകരെ ആകർഷിക്കുന്നു. വൈകുന്നേരങ്ങളിൽ ഒട്ടേറെ പേർക്ക് ഒത്തുകൂടാനുള്ള കൂട്ടായ്മയുടെ താവളമായി ഇത് മാറിയിരിക്കുന്നു. ഞാറ്റുപുരയുടെ ഓരം ചേർന്ന നടപ്പാതയിലൂടെ അല്പം നടന്നാൽ എത്തുന്നത് അറബിക്കുളത്തിലേക്കാണ്. അറബിക്കുളവും നടവരമ്പിലെ ശില്പസാന്നിധ്യവും നമ്മെ പുതിയ മാസ്മരികത അനുഭവിപ്പിക്കും. പാലക്കാടൻ യാത്രയിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരു സ്പോട്ടാണ് ഒ വി വിജയൻ സ്മാരകം.